14 വർഷത്തിനിടയിൽ 13 മരണങ്ങളാണ് ട്രെയിനിൽ മാത്രമായി നടന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൂടാതെ പല രീതിയിലുള്ള ആക്രമണങ്ങളും. അതുകൊണ്ട് തന്നെ വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ നിന്നും പെൺകുട്ടിയെ തള്ളിയിട്ട സംഭവവും നിസ്സാരമായി കാണാവുന്നതല്ല. തിരുവനന്തപുരം സ്വദേശിയായ ശ്രീകുട്ടിയെയാണ് പ്രതിയായ സുരേഷ് കുമാർ ട്രെയിനിൽ നിന്നും തള്ളിയിട്ടത്. പാളത്തിൽ കിടന്ന നിലയിൽ കണ്ട പെൺകുട്ടിയെ എതിർവശത്തു നിന്നെത്തിയ മെമു ട്രെയിൻ നിർത്തി സഹായം നൽകി വർക്കല സ്റ്റേഷനിലേക്കാണ് മാറ്റിയത്. ആന്തരിക രക്തസ്രാവം മൂലം ഇപ്പോൾ യുവതി ചികിത്സയിലാണ്. മദ്യലഹരിയിലായിരുന്ന പ്രതി വാതിലിനടുത്തു നിന്നും മാറിയില്ല എന്ന ദേഷ്യത്തിലാണ് തള്ളിയിട്ടത് എന്ന മൊഴിയാണ് പോലീസിനോട് നൽകിയത്. സംഭവത്തിൽ വധശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈയൊരു സംഭവം ഒറ്റപ്പെട്ടതല്ല. കഴിഞ്ഞ 14 വർഷത്തിനിടെ കവർച്ചയ്ക്കും ബലാത്സംഗത്തിനും ശേഷം ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടുള്ള ക്രൂരതയ്ക്ക് ഒരുപാട് സ്ത്രീകളാണ് ഇരയായത്. 2011 ഷൊർണൂർ സ്വദേശിയായ സൗമ്യയുടെ കൊലപാതകം രാജ്യത്തെ നടുക്കിയിരുന്നു. എറണാകുളം ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ യാത്ര ചെയ്യവേ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപം തമിഴ്നാട് സ്വദേശി ഗോവിന്ദചാമി സൗമ്യയെ പുറത്തേക്ക് തള്ളിയിട്ട് പിന്നീട് പാളത്തിൽ ബലാത്സംഗത്തിനും ക്രൂരമായ ആക്രമണത്തിനും ഇരയാക്കി. പിന്നീട് തുടർ വർഷങ്ങളിൽ കേരളത്തിലടക്കം രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ സ്ത്രീകളെ ട്രെയിനിൽ നിന്ന് തള്ളിയിടുകയും കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. ട്രെയിനിലെ യാത്ര എത്രത്തോളം സുരക്ഷയാണ് നൽകുന്നതെന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. സംരക്ഷണം നൽകേണ്ടവരിൽ നിന്നുവരെ അതിക്രമം നേരിടേണ്ടി വന്നിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചിട്ടും റെയിൽവേ കോച്ചുകളിൽ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ അധികാരികൾക്ക് സാധിച്ചിട്ടില്ല. ലേഡീസ് കോച്ചുകളിലെ നിരീക്ഷണം പര്യാപ്തമല്ലെന്ന പരാതിയും വ്യാപകമാണ്. തിരക്കേറിയ കോച്ചുകളിൽ മദ്യപാനികളുടെ ശല്യം പതിവാണ്. ആവശ്യ സമയത്ത് പോലീസിന്റെ സഹായം ലഭ്യമാക്കാത്തതും യാത്രക്കാരെ നിസ്സഹായരാക്കുന്നു. ആക്രമികൾ ശിക്ഷിക്കപ്പെട്ടാലും പിന്നീട് കേസ് നീണ്ടുപോയി ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടെന്നതാണ് മറ്റൊരു ഭീതിജനകമായ വാസ്തവം. ചിലപ്പോൾ ചെറിയ ശിക്ഷകൾക്ക് ശേഷം അപ്പീലുകളിൽ നിന്ന് മോചിതരാവുന്നത് നിരാശയുണ്ടാക്കുന്നു. വർക്കല സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ റെയിൽ സുരക്ഷയും സ്ത്രീ യാത്രക്കാരുടെ സംരക്ഷണവും സംബന്ധിച്ച ചോദ്യങ്ങൾ വീണ്ടും ഉയരുകയാണ്. സാമൂഹിക മാധ്യമങ്ങളിൽ പ്രതിഷേധവും വ്യാപകമായി പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. ട്രെയിനിൽ ഇനി യാത്ര സുരക്ഷിതമല്ലേ? അതാണ് ഇന്നത്തെ യാത്രക്കാർ ചോദിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.